എല്ലാവർക്കും നമസ്കാരം. ഇടിച്ചക്ക റെസിപ്പി സീരീസിലെ അടുത്ത കേട്ടോ. ഇടിച്ചക്ക ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വേവിക്കാൻ വയ്ക്കുക. ഒരു പാൻ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1/4 സ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ ഉണക്കമല്ലി, എരിവിന് ആവശ്യമുള്ള ഉണക്കമുളക്, ഒരു ചെറിയ അളവിൽ വാളംപുളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതേ പാനിൽ അരമുറി തേങ്ങ ചിരവിയതോട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർക്കുക. എല്ലാം കൂടെ ഒന്ന് തണുക്കുമ്പോൾ നല്ല മയത്തിൽ ഒരരപ്പ് തയ്യാറാക്കുക. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ച കുറച്ച് കറുത്ത കടല ചേർക്കുക. കടല വേവിക്കുമ്പോഴും ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വരുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. മസാലയൊക്കെ ഒന്ന് കഷ്ണങ്ങളിൽ പിടിച്ചു വരുമ്പോൾ ആവശ്യമെങ്കിൽ ഈ ഘട്ടത്തിൽ ഉപ്പ് ചേർക്കാം. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം കറി വാങ്ങാം. അങ്ങനെ സ്വാദിഷ്ടമായ ഇടിച്ചക്ക കടല മസാലക്കറി റെഡി. ഈ വിധത്തിൽ മസാല അരപ്പ് റെഡി ആക്കിയിട്ട് പല ഇൻഗ്രീഡിയൻസ് ചേർത്ത് കറികൾ ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ തയ്യാറാക്കുന്ന കറിയെ കൊങ്കണിയിൽ കെശി എന്നാണ് പറയുന്നത്.